നമ്മളെ ഈ ഭൂമിയിലൊക്കെ ഉണ്ടല്ലോ, സുബഹിയോട് അടുത്ത സമയത്ത് റഹ്മത്തിന്റെ ആ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ അപ്പൊ അവിടുന്ന് ഒരു ബാങ്ക് ഉണ്ട്, അർശിൽ നിന്നൊരു ബാങ്കുണ്ട്. ആ ബാങ്ക് ഇങ്ങനെ ഭൂമിക്ക് വരുമ്പോഴാണ് നമ്മളെ കോഴി പോലത്തെ ജീവികൾ എഴുന്നേറ്റുകൊണ്ട് കൊക്കോ അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലണത്. അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലുന്നത്. ഹയാത്തുൽ ഹയവാൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്, ജീവികളും അവരുടെ ഭാഷയും. കോഴി കൊക്കോ എന്ന് പറഞ്ഞത് എന്താന്നറിയാം? ഖൂമു യാ ഗാഫിലീൻ, അശ്രദ്ധരായി ഉറങ്ങുന്നവരെ എഴുന്നേൽക്കും, റഹ്മത്തിന്റെ കാറ്റ് വരുന്നുണ്ട്, അർശിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു പ്രാവ്, ഒരു മാടപ്രാവ്, അള്ളാഹ് ആ പക്ഷി വന്നിട്ട് മൂപ്പരെ ദർസിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കുറച്ച് അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് അങ്ങോട്ട് ഇരുന്ന് അങ്ങനെ ആ ദർസിന്റെ ചുറ്റുഭാഗത്ത് മൂപ്പര് ദർസ് ചൊല്ലി കൊടുക്കുക തന്നെയാണ്. മൂപ്പര് ഈ പക്ഷിയെ നോക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പക്ഷി ഇങ്ങനെ കാത്തു നിന്നിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ട് കുറെ നേരം കാത്തിട്ട് കിട്ടാത്തപ്പോ ആ പക്ഷി എന്ത് ചെയ്തു? യാഖൂത്തുൽ അർശ് തങ്ങളെ ചുമലിലേക്ക് ഇങ്ങനെ കയറിയിരുന്നു. ചുമലിൽ കയറിയിരുന്നിട്ട് അപ്പൊ മൂപ്പര് ഇങ്ങനെ ശ്രദ്ധിച്ചു. ആ പക്ഷി മൂപ്പര് ചെവിയിൽ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു. ചെവിയിൽ ആ സ്വകാര്യം പറയുന്നത് മൂപ്പര് ഇങ്ങനെ കേട്ടു. ആ പക്ഷിയുടെ ആ സ്വകാര്യം കഴിഞ്ഞപ്പോൾ യാഖൂത്തുൽ അർശ് തങ്ങൾ കിതാബ് പൂട്ടി ദർസൊക്കെ നിർത്തി. ബഹുമാനപ്പെട്ടവര് പുറപ്പെട്ടു. അല്ലാഹു റബ്ബി. അപ്പൊ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, ഉസ്താദ് എങ്ങോട്ടാ പോണത്? നിങ്ങൾ കണ്ടോ ആ പക്ഷി ഇവിടെ വന്നത്? ആ പക്ഷി എന്നോട് വന്നിട്ട് സങ്കടം പറയാണ്. എന്താ സങ്കടം പറയണത്? എന്നോട് വന്നിട്ട് സങ്കടം പറയുന്നത്, യാഖൂത്തുൽ അർശ് തങ്ങളെ, ഞാൻ താമസിക്കുന്നത് ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോവിലാണ്. അവിടെ ഒരു പഴയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഒരു മൂലയിൽ ആർക്കും ശല്യമില്ലാത്ത സ്ഥലത്ത് ഞാനൊരു ചെറിയ കൂട് വെച്ച് ആ കൂട്ടിൽ ഞാൻ മുട്ടയിട്ടു. പല പ്രാവശ്യം ഞാൻ മുട്ടയിട്ടിട്ടും അതിൽ നിന്ന് ഒറ്റ മുട്ട പോലും ഒരു കുട്ടിയെ വിരിയിക്കാൻ എനിക്ക് കിട്ടുന്നില്ല. ആ പള്ളി പരിപാലിക്കുന്ന മൊല്ലാക്ക, നമ്മളെ ഭാഷയിൽ പറയാ, ആ പള്ളി പരിപാലിക്കുന്ന ആള് ഞാൻ മുട്ടിട്ട് തീരുമ്പോഴേക്ക് അത് എടുത്തുകൊണ്ടുപോകും. ഞാൻ 10 മുട്ടിട്ടാൽ 2 എനിക്ക് ബാക്കി വെച്ചെങ്കിലല്ലേ എനിക്ക് മക്കളുണ്ടാവുള്ളൂ. എനിക്കൊരു കുട്ടിയെ വിരിയിക്കാൻ സാധിക്കുന്നില്ല. ഇത് തങ്ങളൊന്ന് വന്ന് പരിഹരിച്ചു തരണേ. ആ പക്ഷി മൂപ്പരോട് വന്നിട്ട് സങ്കടം പറയാം. അർശിലെ വാങ്ക് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ആളാ മൂപ്പര്. അല്ലാഹു റബ്ബി. ഔലിയാക്കളെ ചരിത്രത്തിക്കാണ് കടന്നു നോക്കേണ്ട. അതിന്റെ രസം കാണണമെങ്കിൽ ഇങ്ങക്ക് നേരം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി പറയാം. എന്താ വേണ്ടി? എനിക്ക് തീരെ നേരം. എന്തുകൊണ്ട് നിങ്ങള്, ഞാൻ ഇന്നലെ പോന്നതാ നാട്ടിൽ നിന്ന്. സുബൈക്കാണ് അൽമക്കറിലെത്തി. അവിടെ 8:30 മണിക്ക് തുടങ്ങിയ ക്ലാസ് അവസാനിപ്പിച്ചത് എപ്പോഴാണ്? ഞങ്ങൾ 4:50 ഹജ്ജ് ക്ലാസ്. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചക്ക് 1 മണിക്കൂർ ളുഹുർ അസ്റും കൂടി നിൽക്കാനും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഈ റോട്ടിൽ കൂടെ ഓടിപ്പോരുമാണ്. അൽഹംദുലില്ലാഹ്. നാളെ രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങണം. മഅദല്ല 8 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ എന്റെ ക്ലാസ് തീരാൻ 2 മണിയാവും. അത് കണ്ടിന്യൂ ക്ലാസ്. പിന്നെ ഖലീൽ തങ്ങൾ പാപ്പാന്റെ ദിക്റും ദുആയൊക്കെ നടക്കും. ഹാജിമാരെ ക്ലാസ്സാണ്. അത് വരുന്നതാരാ? ഒക്കെ പ്രായമുള്ള മറ്റൊക്കെ ഹജ്ജിന് പോകുന്നതിൽ മിക്കവാറും ഒരു 80% എന്താണ്? തങ്ങൾ വരുന്ന നാളെ രാത്രി. അത് കഴിഞ്ഞിട്ട് തങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അള്ളാഹു തങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കണം. അള്ളാഹു തങ്ങൾക്ക് ഇസ്സത്ത് കൊടുക്കണം. ഞാൻ പറയുന്നത്, നമ്മൾ തങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഇവരെ നമ്മളെ ഉസ്താദ്മാരൊക്കെ ഓടി നടക്കണത് കാണുമ്പോൾ അവരെ കാര്യം നമ്മൾ അറിയണില്ല. ഞാൻ പറഞ്ഞത്, തങ്ങളെ ഉമ്മ 1 കൊല്ലത്തിലധികമായി ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. ആ ഉമ്മാനെ ആ കടത്തിൽ ഓരോ മിനിറ്റും മൂപ്പര കൽബ് ഇങ്ങനെ ഉമ്മാന്റെ അടുത്താണ്. പക്ഷെ നമ്മളെ മുമ്പിൽ മൂപ്പരത് കാണിക്കണുണ്ടോ? അതാ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത്. യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു എവിടുന്ന്? അലക്സാണ്ടറിയ ഇസ്കന്ദരിയയിൽ നിന്ന് പുറപ്പെട്ടു. ആ പക്ഷി ഇങ്ങനെ മുകളിലൂടെ പറന്നു. ബഹുമാനപ്പെട്ടവര് താഴെ ഇങ്ങനെ കൈതപ്പുറത്ത് യാത്ര ചെയ്ത് മരുഭൂമികൾ താണ്ടി ഈജിപ്തിലെത്തി. ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോവിലെത്തി. അവിടെ ചെന്നപ്പോ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. പടച്ചോനെ, യാഖൂത്തുൽ അർശ് തങ്ങൾ എന്താ വന്നത്? ആളുകളൊക്കെ ഓടിക്കൂടി. എന്താണാവോ വന്നത്? അപ്പൊ നോക്കുമ്പോൾ ആ പക്ഷി ആ പഴയ പള്ളിന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ടവര് വന്നിട്ട് ചോദിക്കുന്നു, ഈ പള്ളിയുടെ അറ്റകുറ്റപ്പണികളൊക്കെ എടുക്കുന്ന
റദ്ദാക്കിയ ആരാണ്? അപ്പൊ അദ്ദേഹം വന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പള്ളിയുടെ മൂലയിൽ ഒരു പക്ഷി മുട്ടയിട്ടിരിക്കാറുണ്ടോ? അതെ. ആ പക്ഷിയുടെ മുട്ട മുഴുവനും നിങ്ങൾ എടുത്തു കൊണ്ടുപോകാറുണ്ടോ? അതെ. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് കേസ് പറയാൻ ആ പക്ഷി എന്റെ അടുത്ത് വന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ പക്ഷിയിട്ട മുട്ട മുഴുവനും നിങ്ങൾ എടുത്തു കൊണ്ടുപോയി. അതിനൊരു കുട്ടിയെ വിരിയിച്ച് കാണാൻ പാടില്ലാത്ത ആഗ്രഹമുണ്ട്. അതിന്റെ വർഗം നശിച്ചു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വർഗത്തിന്റെ വളർച്ച നിലനിൽക്കണ്ടേ. അതുകൊണ്ട് ആ പക്ഷിയുടെ മുട്ട മുഴുവനും നിങ്ങൾ എടുത്തു കൊണ്ടുപോകരുത്. പക്ഷിയുടെ മുട്ട നമുക്ക് ഹലാലാണെങ്കിലും 10 മുട്ടയിട്ടാൽ ഒരു 5 വിരിയിക്കാൻ വെക്കണ്ടേ? അപ്പോഴല്ലേ അതിന് മക്കൾ ഉണ്ടാകുള്ളൂ. ആ പക്ഷി എന്നോട് സങ്കടം പറഞ്ഞിട്ട് ആ വിവരം അറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശദ് തങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പ്രവൃത്തി നമുക്ക് മനസ്സിലാകണതല്ല. അബുൽ അബ്ബാസിൽ മുർസി തങ്ങളെ 3 ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയാണ് യാഖൂത്തുൽ അർശദ് തങ്ങൾ. മറ്റേ പ്രധാനി ആരാ? അബൂ അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ഈജിപ്തിൽ ചെല്ലുമ്പോൾ കൈറോവിൽ പട്ടണത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ. അബൂ അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ മക്ബറയിലേക്കാണ് കിടക്കുമ്പോൾ ആ കിടക്കണോട് തന്നെ ഉണ്ട് വേറൊരാള് കിടക്കുന്നത്. ഞമ്മക്ക് ഇങ്ങനെ തോന്നിയത് എന്താ ഇങ്ങനെ ഒരു ഖബർ വന്നത്? നമുക്കെന്നെ തോന്നിയത് എന്താ ഇങ്ങനെ ഖബർ വന്നത്? അതാരാ കിടക്കണത്? യാ അല്ലാഹ്, ഇബ്നുൽ ഹുമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ. ഇബ്നുൽ ഹുമാമ തങ്ങൾ ആരാ? ഹനഫി മദ്ഹബിലെ ഏറ്റവും, നമ്മളെ മദ്ഹബിൽ ഇമാം നവവി എന്ന് പറഞ്ഞ പോലെ അത്ര സീറ്റുള്ള ആളാ. ഇബ്നുൽ ഹുമാമ റളിയല്ലാഹു അൻഹു സിയാറത്തിന് വന്നിട്ട് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അടുക്കൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഖുർആൻ ഓതി. ആ ഖുർആൻ ഇങ്ങനെ ഓതി ഖാഫ് സൂറത്ത് എത്തിയപ്പോൾ ആഖിറത്തിൽ വരുന്ന സമയത്ത് വമിൻഹും ശഖിയ്യും വസഈദ്, നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ചില ആളുകൾ വിജയികളാകും, ചില ആളുകൾ പരാജയപ്പെട്ടു പോകും. വമിൻഹും, ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ കൂട്ടത്തിൽ ശഖിയ്യും വസഈദ്, പരാജയപ്പെട്ടവരുമുണ്ട് വിജയിച്ചവരുമുണ്ട്. ആ ആയത്ത് ഇബ്നുൽ ഹുമാമ തങ്ങൾ ഓതി. ആ ഓതിയപ്പോ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയുടെ ഖബറിൽ നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു. എന്താ പുറത്തേക്ക് വന്നു? ഇബ്നുൽ ഹുമാം ലൈസ ഇൻദനാ ശഖീ, ഓ ഇബ്നു ഹുമാമ തങ്ങളെ, നമ്മളെടുത്ത് വന്ന് സങ്കടം പറഞ്ഞ ഒരാൾക്കും പരാജയപ്പെട്ട കൂട്ടത്തിലുണ്ടാകൂല. ഇവിടെ വന്നവരൊക്കെ വിജയികളായിരിക്കും എന്ന് ഖബറിന്ന് ഇങ്ങനെ ഒരു അശരീരി കേട്ടു. ഇബ്നുൽ ഹുമാമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇബ്നുൽ ഹുമാമ തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു, അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടാൻ. മൂപ്പര് അവിടെ വെച്ച് വഫാത്തായി. അതാ അവിടെ തന്നെ ആ ഖബർ. അങ്ങനെ ഇബ്നു അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളെ 3ാമത്തെ ഒരു ശിഷ്യൻ പിന്നെ ആരാ? അത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ആണ്. ബൂസൂരി ഇമാമിനെ പറ്റി ഇഷ്ടം പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ മഹാന്മാരൊക്കെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന മറ്റൊരു ചരിത്രമുണ്ട്. എന്താണ്? അവരൊക്കെ കാര്യം നേടിയത് കണ്ണുനീര് കൊണ്ടാണ്. അള്ളാന്റെ ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുന്ന ആൾക്കാർ, അള്ളാനെ മഹബത്ത് വെക്കുന്ന നമ്മളൊക്കെ ഒരു തുള്ളി കണ്ണുനീര് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒഴുക്കണം. അത് അള്ളാഹു തആലക്ക് വല്ലാത്ത സന്തോഷമാണ്. കണ്ണുനീര് കൊണ്ട് കാര്യം നേടണം. ഔലിയാക്കളൊക്കെ ആരെ പോലെയാ? കുട്ടികളെ പോലെയാണ്. ചെറിയ മക്കള് അവരെന്താക്കും? ചിരിക്കും, കരയും, ഒക്കെ ചെയ്യും. അല്ലേ? ആരോടെങ്കിലും വെറുപ്പുണ്ടോ കുട്ടികൾക്ക്? ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? അസൂയുണ്ടോ? സിഹറുണ്ടോ? കണ്ണേറുണ്ടോ? എന്തെങ്കിലും ഗുൽമാലുണ്ടോ? കുട്ടികളൊന്ന് മോണ കാട്ടി ചിരിച്ചാൽ എല്ലാവരും ചിരിക്കും. എന്തുകൊണ്ട്? ചിരി മാത്രമേ ഉള്ളൂ, ഇളി ഓൽക്കറിയില്ല. അതാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെങ്ങനെ? ഉള്ളാളത്തെ പാപ്പ ദേഷ്യം പിടിക്കുന്നത് കണ്ടാൽ അടുത്ത ദിവസം ഒന്നും ഇനി ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്ന് തോന്നുന്നു. 5 മിനിറ്റ് കഴിഞ്ഞാൽ ആളന്നെ ആവും. കുട്ടികളെ മനസ്സാവർക്കും. കുട്ടികളെങ്ങനെ കാര്യം നേടുന്നത്? നൊന്ത് പ്രസവിച്ചിരിക്കുന്ന ഉമ്മ 10 മാസം ഗർഭം ചുമന്നിട്ട് ഉമ്മ കുറച്ച് പ്രസവ വേദന സഹിച്ചിട്ട് പ്രസവിക്കണം. എങ്കിൽ കുട്ടിന്റെ കരച്ചിന്റെ ട്യൂണിങ്ങനെ കേട്ടാ അമ്മക്ക് മനസ്സിലാകും കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാനേക്കണം. കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ 2ാമതൊന്ന് കരഞ്ഞു, അപ്പൊ ഉമ്മാക്ക് മനസ്സിലാകും കുട്ടിക്ക് വിരിപ്പ് മാറ്റി കൊടുക്കാനേക്കണം. കുട്ടിന്റെ 3ാമത്തെ ഒരു കരച്ചിൽ എന്നിട്ടൊരു നിർത്താത്ത കരച്ചിൽ, ചിങ്ങമാസത്തിൽ മഴ പെയ്യുന്ന പോലെ ഒരാത്ത ആ മൈന്റെ ട്യൂണ് കേട്ടാ ഉമ്മാക്ക് അറിയാം കുട്ടിക്ക് പാൽക്കായം കൊടുക്കാനായിക്കണേ. മിണ്ടാൻ വയ്യാത്ത ഈ കുട്ടിക്ക് പാൽക്കായ മരുന്ന് കിട്ടിയത് കരച്ചിലും കൊണ്ടാ, കണ്ണീരും കൊണ്ടാ. ഭക്ഷണം കിട്ടിയത് കണ്ണീരും കൊണ്ടാ. അമ്മിഞ്ഞപ്പാല് കിട്ടിയത് കണ്ണീരും കൊണ്ടാ. വിരിപ്പ് മാറ്റി കിട്ടിയത് കണ്ണീരും കൊണ്ടാ. റബ്ബാകുന്ന കഴിവിന് മുമ്പിൽ നമ്മളൊക്കെ കുട്ടികളാണ്.
എന്തിനേറെ പറയണം, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതാൻ എങ്ങനെ, ഒരു ഈത്തപ്പന തടിമരം, ആ തടിമരത്തുമ്പോ ഇങ്ങനെ ചാരി നിന്നിട്ടാണ് റസൂലുള്ള ഖുത്ബ ഓതല്. ഒരു ദിവസം ജാഅത്ത് ഇംറഅത്തുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ പുരക്ക് കുറച്ച് മരമുണ്ട്, എന്റെ മോനിക്ക് ആശാരിപ്പണി അറിയാം, ഞാൻ അവനെ കൊണ്ട് തങ്ങൾക്ക് ഖുത്ബ ഓതാൻ നല്ലൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു ഉമ്മ വന്നിട്ട്, ഉമ്മമാരുടെ പങ്കാളിത്തം എന്നാണ് നിങ്ങൾ എന്താ വിചാരിക്കണത്? നാളെ നിങ്ങൾ ആണുങ്ങളെ കവറും പെണ്ണുങ്ങളെ കവറും കൂടി നോക്കി ആ പൈസ ഏതാ കൂടുതലുണ്ടാകും ഉസ്താദേ? അള്ളാഹു പെണ്ണുങ്ങൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, ആണുങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. നമ്മളെ ബർക്കത്ത് ഉണ്ടെങ്കിലല്ലേ ഓർക്ക് റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ലേ എന്റെ സംഗതി. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. ഒരു പെണ്ണ് വന്നിട്ട് മുത്തുനബിനോട് പറയാണ്, നബി, എന്റെ മോനിക്ക് ആശാരിപ്പണി അറിയാം, കുറച്ച് മരമൊക്കെ തട്ടി ഒപ്പിക്കാൻ വീട്ടിലുണ്ട്, ഞാൻ നല്ലൊരു മിമ്പർ ഉണ്ടാക്കട്ടെ എന്ന് വെച്ചു. ആ ഉമ്മ നല്ലൊരു മിമ്പർ ഉണ്ടാക്കിയിട്ട് മുത്തുനബിന്റെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. ആ പള്ളിയിൽ പുതിയ മിമ്പർ വന്ന് പിറ്റേത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ മിമ്പറിൽ കേട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങ് സലാം ചൊല്ലിയപ്പോൾ അവിടുന്ന് ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു. ഒരു കൊച്ചു കുട്ടി കരയുന്ന മാതിരി ഒരു കരച്ചിൽ. എല്ലാരും നോക്കി, ഇതേടുന്ന ഈ കരച്ചിൽ വരുന്നത്? ആരും ആരെയും കാണുന്നില്ല. സിദ്ദീഖ് തങ്ങൾ, ഉമർ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എല്ലാവരും ഇതാരാ പഠിച്ചവനെ കരയുന്നത്? കരച്ചിൽ ഇങ്ങനെ ശക്തിപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി. നോക്കുമ്പോ ആരാണ് കരയുന്നത്? ഇതുവരെ ചാരി നിന്നിരുന്നല്ലോ റസൂലുള്ള ഖുത്ബ ഓതാൻ. ആ മിമ്പറിന്റെ ഉണങ്ങിയ ഈത്തപ്പന മരം കരയുകയാണ്. അതിങ്ങനെ കരഞ്ഞിട്ട് അത് പിളരാൻ പോകുന്ന പോലെ തോന്നി. കരഞ്ഞിട്ട് അതിങ്ങനെ രണ്ട് കഷ്ണമാകുമോ എന്ന് തോന്നി. റസൂലുള്ള മിമ്പറിൽ നിന്ന് ഇറങ്ങി. കൊച്ചു കുട്ടികൾ കരയുമ്പോ ആ കുട്ടിയെ തലോടുന്നത് പോലെ ആ മരത്തിന് റസൂലുള്ള കൈ കൊണ്ടങ്ങനെ തടകി. അതിന്റെ കരച്ചിൽ നിന്നു. റസൂലുള്ള സ്വഹാബാക്കളോട് പറഞ്ഞു, ഞാൻ ഈ മിമ്പർമ കയറിയപ്പോൾ പഴയ മിമ്പറിനോട് ചോദിക്കാണ്, നബിയേ, തങ്ങൾ എന്നെ ഉപേക്ഷിച്ചോ? തങ്ങൾ എന്നെ ഒഴിവാക്കിയോ? തങ്ങൾക്ക് ഇനി എന്നെ വേണ്ടേ? ഞാൻ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. തങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ എനിക്ക് ആ സ്വർഗം കിട്ടുമോ? ഞാൻ ആ മരത്തോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് താമസിക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ കരച്ചിൽ നിന്നത്. കണ്ണുനീര് കൊണ്ട് സ്വർഗം ഉണങ്ങിയ മരത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നല്ലേ നമ്മളെ കണ്ണീര്. ബൈഅത്തുൽ റിദ്വാൻ സംഭവം നടക്കുമ്പോൾ 84 സ്വഹാബാക്കളാണ്. എത്ര? 84 സ്വഹാബാക്കൾ. ഒരു വലിയ മരത്തിന്റെ തണലിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സ്വഹാബാക്കൾ ഇങ്ങനെ ബൈഅത്ത് ചെയ്ത് 83 ആളെ ബൈഅത്ത് ആ മരത്തിന്റെ ചോട്ടിൽ വെച്ച് നടന്നു. 84ാമത്തത് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേക്ക് കൈ ഇങ്ങനെ വെക്കുന്നതിന് മുമ്പ് ആ സ്വഹാബി ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, ഞങ്ങൾ ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ബൈഅത്ത് ചെയ്താൽ ഞങ്ങൾക്ക് ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന വിജയം എന്താണാവോ? ഞങ്ങൾക്ക് ദുനിയാവിൽ കിട്ടാൻ പോകുന്ന നേട്ടം എന്താണാവോ? ആ സ്വഹാബി മറ്റുള്ളവർക്കൊക്കെ പാഠമാകാൻ ചോദിക്കാൻ ഉഖബത്ത് ബിൻ ആമിർ തങ്ങൾ അതാണ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതുകൊണ്ട് കിട്ടാൻ പോകുന്ന വിജയം എന്താണ്? ദുഖൂലുൽ ജന്ന, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ താമസിക്കാം മുഹമ്മദ് മുസ്തഫ. അതാണ് പറഞ്ഞു തീർന്നതേ ഉള്ളൂ. അതാണ് പറഞ്ഞു. ആ സ്വഹാബാക്കളും നബിയും ഇരിക്കുന്ന ഭാഗത്തേക്ക് മുകൾ ഭാഗത്ത് നിന്ന് കുടുകുടാ കണ്ണുനീര് വന്നു. കണ്ണുനീര് ഇങ്ങനെ വന്നു. റസൂലുള്ള അങ്ങനെ നോക്കി. ആരാ കരയണത്? ആരാ കരയണത്? നബി തങ്ങൾക്ക് തണലിട്ട് കൊടുത്തിരിക്കുന്ന ആ മരം കരയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാലക്കി, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? ആ മരം മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, നിങ്ങൾ എല്ലാവരും എന്റെ ഈ തണലിൽ ഇത്ര സമയം ഇരുന്നപ്പോ ഞാൻ എന്തൊരു സന്തോഷത്തിലാണ്. ഇനി നിങ്ങളും ഞാനും പിരിയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാ പിരിയണത്? നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അങ്ങനെയാണ് നിങ്ങൾ പിരിയുന്നത്. ഞാനോ നബിയെ, ഞാനിവിടെ വെയിലാണെങ്കിൽ വെയില്, മഴയാണെങ്കിൽ മഴ, എന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എനിക്ക് കായ്ക്കനികൾ ഉണ്ടാവൂല. എന്നെ ആർക്കും വേണ്ടാതെ ഞാനിവിടെ കടന്ന് നശിക്കല്ലേ? നിങ്ങളും സ്വഹാബാക്കളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാണല്ലോ. അതുകൊണ്ട് നബിയേ, തങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിലേക്ക് എനിക്കും വരണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ ആ മരത്തോട് പറഞ്ഞു, അന്തി മിൻ അഹ്ലിൽ ജന്ന, നീയും സ്വർഗാവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ.
മരം കരഞ്ഞിട്ട് സ്വർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അമ്പിയാക്കളെ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടുമൊക്കെ ലോകത്ത് ഈമാൻ നിലനിർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്, ഈമാൻ നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് കുന്തഖദ് അഖ്ഫൈത അംറക അവ്വലൻ സുമ്മ ദശർ മിൻക അൻവാറുൽ വിലായതി സയ്യിദി സിയവ്വലി ലാ ഇലാഹ അല്ലാഹുവേ, മഹാന്മാരെ തണലിൽ ഞങ്ങൾക്ക് നീ ഈമാനിന് യഖീൻ നൽകണേ അല്ലാ. മഹാന്മാരെ തണലിൽ ഞങ്ങളെ മക്കളെ പരമ്പര ഈമാനുള്ളവരാക്കണേ അല്ലാ. സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളാക്കണേ അല്ലാ. അല്ലാ, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കുടുംബത്തിലും നീ ഖൈറ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ നാളെയും പരിപാടി ഉണ്ട്. നാളെ എന്തായാലും തങ്ങൾ മറ്റൊക്കെ ആയിട്ട് കുറച്ച് വൈകും. അപ്പൊ ഇന്ന് തന്നെ ഞാൻ അധികം വൈകിച്ചാ ഇപ്പൊ തന്നെ 9 മണി കഴിഞ്ഞു. ഇനിയിപ്പൊ നമ്മള് താമസം വൈകുമ്പോ എന്താകും? 9 കഴിയുമ്പോ തന്നെയാണ് 10 എന്ന് പറഞ്ഞത്. അതിന് നിങ്ങൾ ആര് ബേജാറാകാൻ നിൽക്കേണ്ടിയില്ല. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഇതെന്താണ് മടവൂർ ശൈഖുനാന്റെ മൗലിദ് നൂർ. ഇത് ആരെഴുതിയ മർക്കസിന് അല്ലേ, മർക്കസ് കോംപ്ലക്സ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വേണ്ട ആളുകളെല്ലാം വാങ്ങിക്കോളൂ. ഈ ചെറുവനെ അങ്ങനത്തെ ഒരു പണിയാണ്. ഇങ്ങനെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഹജ്ജിന്റെ ബുക്ക് കൊടുക്കുക, മടവൂർ മൗലിദിന്റെ ബുക്ക് കൊടുക്കുക, അതൊക്കെ പെട്ടതാണ്. ആവശ്യമുള്ള ആൾക്കെല്ലാം വാങ്ങിക്കോളും. ചെറിയ പൈസ ഇതിനുണ്ടാവുള്ളൂ. അപ്പൊ എത്രയായാലും വാങ്ങാം. ആവശ്യമുള്ളവരെല്ലാം വാങ്ങി വെച്ചോളൂ. നല്ലതാണ്. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കിയാൽ മഹാന്മാരിലേക്ക് ഒരു കണക്ഷൻ. ഇങ്ങനെ അതിനെന്താ വഴി? നമ്മളെ പ്രശ്നം എന്താ? അതിനനുസരിച്ച് ഒരു ഫാത്തിഹ. എന്താ നമ്മളെ പ്രശ്നം? നമ്മളെ പ്രശ്നം തഖ്വല്ല. ഒരു ഇബാദത്തിനൊന്നും ഒരു എന്തില്ല, ഒരു പേടിയില്ല. എന്നാ സിദ്ദീഖ് തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതാ. ലോകം കണ്ട മുത്തക്കിങ്ങളിൽ ഏറ്റവും വലിയ മുത്തക്കിയ മനുഷ്യനാരാ? സിദ്ദീഖ് തങ്ങളാ. എല്ലാരും ഈമാനും ഒരു തുലാസിലും സിദ്ദീഖ് തങ്ങളെ ഈമാനും ഒരു തുലാസിലും വെച്ചാൽ ആരുതാ കൂടുതൽ? സിദ്ദീഖ് തങ്ങളെ ഈമാനാണ്. നമുക്കൊരു ഈമാൻ ഒരു ശക്തി ഇല്ലെങ്കിൽ ദിവസം സിദ്ദീഖ് തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതാ. ഇങ്ങക്ക് എന്താ പ്രശ്നം? ഇങ്ങക്ക് ചെറിയൊരു ശൈത്താനിയത്തിന്റെ പ്രശ്നം. അതും സംശയം, ഇതും സംശയം, മറ്റൊന്നും സംശയം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ശൈത്താനിയത്തിന്റെ പ്രശ്നമാണ്. എന്ത് ചെയ്യാ? ഉമർ ഖത്താബ് തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതാ. എന്തുകൊണ്ട്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടാൽ അന്ന് നാട്ടിൽ തന്നെ ഇബ്ലീസ് നിൽക്കൂല, പിന്നല്ലേ വീട്ടില്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങള് സ്വഹാബത്തിന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉള്ളിലിങ്ങനെ നബി തങ്ങളുടെ ഉള്ളിലിങ്ങനെ ഒരു പുഞ്ചിരി. അത് നമുക്ക് മുഖത്ത് നോക്കിയാൽ അറിയാം. സ്വഹാബാക്കൾ ചോദിച്ചു, എന്താ നബിയെ തങ്ങൾക്ക് ഒരു പുഞ്ചിരി? അപ്പൊ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പിന്നെ ഇബ്ലീസ് അതിലിങ്ങനെ വലിയ ജോറിലിങ്ങനെ വരിക. അപ്പോഴാണ് ഉമർ ഖത്താബ് ഇവിടെ എണീറ്റ് നിന്നത്. ഉമർ ഖത്താബിനെ കണ്ടപ്പോ ഇബ്ലീസ് ഒരു പോക്ക് പോയിക്കണം. അത് കണ്ടപ്പോഴാണ് ഞാൻ ചിരിക്കുന്നത്. അല്ലാഹു റബ്ബി. ഉമർ ഖത്താബ് തങ്ങളെ കണ്ടാൽ ആ വഴിയിൽ നിൽക്കൂല ആര്? ഇബ്ലീസ്. അതുകൊണ്ട് ഇങ്ങക്ക് വല്ല സിഹറും ബാക്കിയുള്ളതും അതും ഇതും അങ്ങനത്തെ വല്ല ശൈത്താനിയത്തിന് സംശയമുണ്ടോ? ഉമർ ഖത്താബ് തങ്ങളെ പേരിൽ ദിവസം ഒരു ഫാത്തിഹ ഓതാ. പിന്നെ ശൈത്താൻ അവയ്ക്ക് വരില്ല. ഓരോരോ സംഗതിയുണ്ട്. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ എങ്ങനെ ഓരോരുത്തരും എടുത്തു നോക്കിങ്ങള്. അല്ലാ, ആഖിറത്തിനെ പേടിച്ചിട്ടൊന്ന് കരയണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതാ. ഖബറിനെ പേടിച്ചിട്ട് ഇത്തര കരഞ്ഞ ഒരു മനുഷ്യൻ വേറണ്ട. അങ്ങനെ 313 ബദരീങ്ങൾ ഓരോരോ. അബൂ ദുജാനത്ത് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പള്ളിയിൽ കൃത്യമായിട്ട് ഉണ്ടാകുന്ന ആളാ. കുറച്ച് ദിവസമായിട്ട് ആ സ്വഹാബി ആര്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസമായിട്ട് മൂപ്പര് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അപ്പൊ എഴുന്നേറ്റ് പോകും. ദുആക്കും മറ്റൊന്നും നിൽക്കാൻ സലാം കുറ്റിയാ വേഗം പോകും. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അബൂ ദുജാന ഇതെന്ത് പോക്കാ? അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയെ, എന്റെ തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിലെ മരത്തിൽ പഴം കഴിച്ചിട്ടുണ്ട്. ആ പഴുത്ത പഴം എന്റെ വീട്ടുമുറ്റത്ത് വന്ന് വീഴാണ്. എന്റെ വീട്ടിലെ മക്കള് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ഈ പഴം കണ്ടാൽ അവരെടുത്തുകൊണ്ടത് ഭക്ഷിക്കും. അയൽവാസിയുടെ പഴം മോനിക്ക് പൊരുത്തമില്ലാതെ കുട്ടി കഴിച്ചാൽ അള്ളാഹിനോട് ഞാൻ സമാധാനം പറയണ്ടേ? അതുകൊണ്ട് കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം വീട്ടിലെത്തിയിട്ട് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വീണ പഴങ്ങളൊക്കെ പെറുക്കിയിട്ട് അത് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് തന്നെ ഇട്ടു കൊടുക്കണം. അതിനു വേണ്ടി പോവുകയാണ്. കണ്ട നിങ്ങൾ, ഹലാലായ ഭക്ഷണം കൊടുത്തിട്ട് മക്കളെ പോറ്റാൻ പൂതിയുണ്ടോ? അബൂ ദുജാന തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.
313 ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഓരോന്നോരോന്നും വേറെ അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, നമ്മള് മഹദറത്തുൽ ബദരിയാണ് ചൊല്ലുക. സ്വലാത്തുൻ അലാ നൂരിൽ വ അസ്ഹാബി ബദരിൻ സുമ്മ. ബദരീങ്ങളെ കൊണ്ട് ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാ. ഞാൻ നിർത്തി, ഇങ്ങക്കൊക്കെ 10 മിനിറ്റ് കൊണ്ട് പരിയിലെത്താം, എനിക്ക് 3 മണിക്കൂർ മതിയാവൂല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് പിന്നെയും പറയാം. ഇങ്ങനെ ഈ മഹാന്മാരെ മദ്ഹും അതിന്റെ വിഷയത്തിലാണ് കടന്നാല് അതിന്റെ തീരുന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം, നല്ലതിനെ മഹബത്ത് വെക്കണം. ഖുർആനിനോട് ഒരു മഹബത്ത്, നിസ്കാരത്തിനോട് ഒരു മഹബത്ത്, രുചികരമാക്കണമെല്ലാം. അപ്പോഴാണ് സംഗതി. അള്ളാഹു റസൂലിനോട് മഹബത്ത്, അള്ളാഹിനോട് അതിരറ്റ മഹബത്ത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അള്ളാഹിനെ മഹബത്ത് വെച്ചതാ. അതല്ലേ, കഴുമരത്തിലേക്ക് കൊണ്ടുപോകാണ് മൂപ്പരെ, തൂക്കിലേറ്റാൻ കൊണ്ടുപോകാം. അപ്പൊ ശത്രുക്കൾ ചോദിച്ചു, എന്താ നിങ്ങൾ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടങ്ങള് അല്ലാഹ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഖുബൈബിനെ ആ കഴുമരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്, അവിടെ നിന്ന് മൂപ്പരെ കൊണ്ടുവരാൻ ആരാണ് തയ്യാറുള്ളത് എന്ന് ചോദിച്ചു. സുബൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പോയിക്കോളാം നബിയേ, ഞാൻ പോയിട്ട് കൊണ്ടുവരാം, ആ ഡെഡ് ബോഡി ഞാൻ എടുത്തു കൊണ്ടുവരാന്നു. അല്ലാഹു റബ്ബി, ശത്രുക്കൾ അത്ര വളഞ്ഞ് കാവല് നിൽക്കാണ്. അപ്പൊ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ ഞാനും പോകാം, മരത്തിൽ കയറാൻ എനിക്ക് നല്ല കഴിവാണ്, അതുകൊണ്ട് ഞാനും പോകാന്ന്. 2 കൂടി പോയി കഴുമരത്തിൽ നിന്ന് താഴെ ഇറക്കി ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുവരാൻ ശത്രുക്കൾ വളഞ്ഞു. ആ മൃതദേഹം അവർ കീറി കഷ്ണമാക്കുമോ എന്ന് ബഹുമാനപ്പെട്ട സുഹൃതങ്ങൾക്ക് പേടിയായി. ബഹുമാനപ്പെട്ടവർ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഭൂമിയിലേക്കാണ് ഇട്ടു. ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് ഇട്ടു. ഭൂമിയുടെ താഴേക്കാൻ ഇട്ടപ്പോൾ ശത്രുക്കൾ ഇങ്ങനെ ഓടിക്കൂടാണ്. അപ്പോഴേക്കും ഭൂമി ബഹുമാനപ്പെട്ട ഖുബൈബ് തങ്ങളുടെ ശരീരം ഭൂമി അങ്ങോട്ട് വിഴുങ്ങി. ശത്രുക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കി, എവിടെ ആളെ കാണാനില്ല. ഭൂമി മൂപ്പരെ ഏറ്റെടുത്തിരിക്കുന്നു. ബലിയുൽ അർള് എന്നാണ് മൂപ്പരെ സ്ഥാനപ്പേര്. ബലിയുൽ അർള്, ഭൂമി വിഴുങ്ങിയ ആൾ. ബലിയുൽ അർള്, ഭൂമി വിഴുങ്ങിയ ആളാണ്. അല്ലാഹു റബ്ബി, അള്ളാന്റെ കാവല് സ്വാലിഹ്യങ്ങൾക്ക് അല്ലാഹ് കൊടുക്കും. അതുകൊണ്ട് അവിടെ ഇറാനിലെ യുദ്ധം, ഇവിടെ മറ്റോടത്തെ യുദ്ധം, ഇതിനൊന്നും ആകെ ബേജാറാകാൻ നിൽക്കേണ്ടി ഒന്നുമില്ല. പടച്ചോനെ, ഇങ്ങനെ യുദ്ധം ഉണ്ടായാൽ എന്താവും ആകുന്നതാവും. നമ്മൾ അപ്പോഴൊക്കെ എന്ത് വേണം, നമ്മള് 5 വക്ത് നിസ്കരിക്കാം, ഹദ്ദാദിയല്ല, ഇക്റിയല്ല, പടച്ചോനോട് ദ്വാരക്ക. നമ്മൾ പീടിക തുറക്കേണ്ട ആള് പീടിക തുറക്കുക, കച്ചവടം ചെയ്യേണ്ട ആള് കച്ചവടം ചെയ്യുക, കൃഷി ചെയ്യേണ്ട ആള് കൃഷി ചെയ്യുക, വയല് പറയേണ്ട ആള് വയല് പറയാ, മദ്രസ പഠിപ്പിക്കേണ്ട ആള് മദ്രസ പഠിപ്പിക്കുക. കുട്ടികൾ അല്ല, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തും കൊണ്ടിരിക്കുക, അല്ലാതെ ബേജാറായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കലല്ല. അള്ളാഹുവേ, ഞങ്ങളെ ഉമ്മപങ്കന്മാരെ ശത്രുക്കളിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ട ഗതികേട് തരല്ലേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് മഹാന്മാരെ പേരിലൊക്കെയും അതേപോലെ ശൈഖുന ഇഖ്യാസ് മുസ്ലിയാർ വഫാത്തിന്റെ മാസം, അതേപോലെ തന്നെ മടവൂർ ശൈഖുനാന്റെ മഹാന്മാർ ഒട്ടേറെ പേരെ വഫാത്തിന്റെ മാസമാണ് ശവ്വാൽ. അവരൊക്കെ പേരിലും നമ്മളാക്കി വളർത്തിയെടുത്ത നമ്മളെ ഉമ്മ, നമ്മളെ ഉപ്പ പടച്ചോനെ പട്ടിണി കിടക്കുന്ന കാലത്ത് ഞങ്ങളെ ഉമ്മയും ബാപ്പിയും ഞങ്ങളെ പോറ്റി വളർത്തി പഠിപ്പിച്ചു. അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അങ്ങനെ ആ മരിച്ചോരൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു ഫാത്തിഹാണ് ഓതുക. എല്ലാവരും നമ്മൾ മരിച്ചവരെ പറ്റി പറയുമ്പോൾ അവരെ മുഖം നമ്മളെ കണ്ണിൽ ഇങ്ങനെ കാണുന്നില്ലേ, അവരെങ്ങനെ നിയ്യത്ത് ചെയ്തിട്ട് നമ്മളൊരു ഫാത്തിഹാണ് ഓതുക. എന്നിട്ട് ദ്വാരക്കുമ്പം നമ്മളും അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇങ്ങനെ നിലനിൽക്കും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.